ഗൾഫ് ചന്ദ്രികയിൽ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പരസ്യങ്ങളുടെ കാലമാണ്. എല്ലാ മേഖലകളിലും പരസ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ ദുബായിലെ പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പുതിയ കമ്പനി വരികയാണ്. ദുബായിലെ പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പുതിയ കമ്പനി ആരംഭിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഇത് സംബന്ധിച്ച നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മാഡ മീഡിയ കമ്പനി എന്ന സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ചിരിക്കുന്നത്. പരസ്യ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുന്നതിനും ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്നതിനും റെഗുലേറ്ററി നിയമങ്ങൾ പാലിക്കുന്നതിനും ഈ കമ്പനി ഇനി മേൽനോട്ടം വഹിക്കും. അബുദാബിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക. നഗരത്തിൽ പരിസ്ഥിതി സൗഹൃദ ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രിക് ബസ്സുകളാണ് ഇപ്പോൾ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. നഗരത്തെ 6 വർഷത്തിനകം തന്നെ ഗതാഗത ഗ്രീൻ സോണാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അബുദാബി മൊബിലിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. മറീന മാളിനും അൽ റീം ഐലൻഡിലെ ഷംസ് ബുട്ടീക്കിനും ഇടയിലുള്ള റൂട്ട് 65-ലാണ് ഈ ഗ്രീൻ ബസ് സർവീസ് നടത്തുന്നത്. ഇപ്പോഴുള്ള ഈ ബസ്സുകളുടെ പ്രകടനം വിലയിരുത്തിയ ശേഷമായിരിക്കും കൂടുതൽ ബസ്സുകൾ ഗതാഗതത്തിനായി റോഡിലേക്ക് എത്തുക. അബുദാബിയുടെ ഗതാഗത ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക ചുവടുവെപ്പായിട്ടാണ് ഈ ഗ്രീൻ ബസ്സുകളുടെ സർവീസിനെ അബുദാബി മൊബിലിറ്റി കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.